welcome back to my YouTube channel again. Muthu, my elder sister, and Kunyama, my younger sister. ഗൈസ്, ഇന്ന് നമ്മുടെ വാപ്പച്ചി നാട്ടിലേക്ക് വരികയാണ് ഗൈസ്. 1.5 കൊല്ലത്തിന് ശേഷമാണ് വരുന്നത്. വി ആർ സോ എക്സൈറ്റഡ്. അങ്ങനെ വെക്കില്ല. നമ്മൾ വാപ്പച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഗൈസ്. കാണുന്നില്ല ഗൈസ്. ആക്ച്വലി നമ്മുടെ വാപ്പച്ചി ഇന്നലെ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എയർ ഇന്ത്യൻ്റെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ലേറ്റ് ആയത്. 24 hour ലേറ്റ് ആയിട്ടുണ്ട്. അത് ശരിക്കും നല്ല സാഡായി പോയി. അതെന്താ വെച്ചാൽ വാപ്പച്ചി 1 day ആണല്ലോ ലേറ്റ് ആയത്. ഞങ്ങളെല്ലാം ഇന്നലെ എന്താ പറയുക പിക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോൾ വാപ്പച്ചിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നല്ല സങ്കടമായി ഗൈസ്. ഞാനും എനിക്ക് ഇന്നും നാളെയൊക്കെ ക്ലാസ് ഉണ്ട്. എന്നിട്ട് ഇന്നലെ ക്ലാസ്സിലെ ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ. പിന്നെ ഇന്നത്തെ ക്ലാസ് ഞാൻ മിസ് ചെയ്ത് വാപ്പച്ചിനെ കാണാൻ വേണ്ടി വന്ന് നിന്നിട്ട് വാപ്പച്ചിക്ക് വരാൻ പറ്റില്ല. ഇയാളെ കൂടെ വാപ്പച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വരുന്നത് എൻ്റെ കസിൻ അനൂക്കയാണ് കേട്ടോ. അനൂക്കാക്ക് ഇങ്ങനെ ക്യാമറയിൽ വരുന്നത് വലിയ ഇഷ്ടമില്ല. പിന്നെ ഇതാ മുത്തിരുന്ന് പബ്ജി കളിക്കുന്നുണ്ട്. ഒരു ബോട്ടിനെ പോലും കൊല്ലാൻ അറിയാത്ത നൂബ് പ്ലെയർ ആണ് മുത്ത്. 4 കൂടെ കളിക്കും. എനിക്ക് കളിക്കാമെന്ന് എനിക്കറിയില്ല. വാപ്പച്ചി എയർപോർട്ടിൽ ലാൻഡ് ആക്കി. പക്ഷെ അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തെത്താൻ കുറച്ച് ടൈം എടുത്തല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാറിലിരുന്ന ബിങ്കോ തിന്നാണ് ഗൈസ്. ബേക്കിലിരുന്ന് മുത്തും കുഞ്ഞാവും കൂടി ചോപ്പ് ബിങ്കോ വേണം, മെറൂൺ ബിങ്കോ വേണം എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് പച്ച ബിങ്കോ ആണ് ഇഷ്ടം. നിങ്ങളുടെ ഫേവറേറ്റ് കളർ ബിങ്കോ ഏതാണ് ഗൈസ്? കമന്റ് ചെയ്യും. അനൂക്ക പുറത്ത് ചായ കുടിക്കാൻ പോയി. ഇങ്ങനെ ബിങ്കോ നിന്നിട്ടും വാപ്പച്ചി വിളിച്ച് വാപ്പച്ചി പുറത്തിറങ്ങാനായി എന്ന് പറഞ്ഞു. അങ്ങനെ ആള് എയർപോർട്ടിൽ വാപ്പച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. പിന്നെ ആള് എയർപോർട്ടിൽ നിന്ന് വാപ്പച്ചിനെ പിക്ക് ചെയ്ത്. പക്ഷെ എന്താ പറയുക, അങ്ങനത്തെ എക്സൈറ്റ്മെന്റിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതൊന്നും. സോ പിന്നെയാണ് ഞാൻ വാപ്പച്ചിയുടെ വീഡിയോ എടുത്തത്. ഗൈസ്, അങ്ങനെ നമുക്ക് വാപ്പച്ചിനെ കിട്ടി ഗൈസ്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് വാപ്പച്ചിയാണ് ഗൈസ്. വാപ്പച്ചി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് കയറി. അവിടെ നിന്ന് ഞങ്ങൾ പൊറാട്ടയും പെപ്പർ ബീഫും പിന്നെ കടായി ചിക്കനൊക്കെ വാങ്ങി. സത്യം പറയാലോ, അവിടുത്തെ ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാത്രമല്ല വാപ്പച്ചിക്ക് ആർക്കും ഇഷ്ടമായില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിരുന്നു. തിരിച്ചു പോകുമ്പോൾ കുഞ്ഞാവയൊക്കെ കാർ കിടന്ന് ഉറങ്ങിയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ബൈ.